എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി. ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഇനി ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിത്തേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല വിശ്വാസം എന്നിൽ. ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ഇതിൽ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ. അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളും നന്നായി വരണം, സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അതിന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ സിനിമയിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം, ഈ സിനിമയുടെ വിജയം. അതിന് ഓരോരുത്തരോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും, ഈ സിനിമയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീനടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ചിയോതിവിളക്ക് എനിക്ക് വേണ്ടി, മാണിക്യത്തിന് വേണ്ടി മോഷ്ടിച്ച മണിയനോടും, അത് ആദ്യം മനസ്സിൽ ആ ഒരു മാണിക്യത്തെ സൃഷ്ടിച്ച സുജിത്തേട്ടനോടും, സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ജിതിനോടും, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോടെല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ തന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവവും കൂടെ ആയിരുന്നു. പിന്നെ ജിതിൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ നാവ് പൊന്നാട്ടെ, പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് ഉള്ളത്. എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് ഉയരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതിലുള്ള ഒരു അനുഭവം ദിബുചേട്ടനോടും അതുപോലെ മനു മഞ്ജിത് ചേട്ടനോടും ഒക്കെ ഉള്ളൊരു നന്ദിയുണ്ട്. അങ്ങുവാന കോണിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളെല്ലാം, ഇപ്പം അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ സുജയുടെ 2 മക്കൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും, ഉമ്മേൻ്റെ ഫ്രണ്ടല്ലേ ARMലെ അമ്മൂമ്മ, അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മൂമ്മേനോട് പാടിത്തരാൻ പറയുന്നു പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കും. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശീൻ്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അങ്ങുവാന കോണിൽ എന്ന് പറഞ്ഞിട്ട് അത് വിറച്ച് പാടുകയും, അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. ഇപ്പോൾ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത്. ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ചിത്രം 125 കോടി കളക്ട് ചെയ്യുക, 100 ദിവസം പിന്നിടുക, അതിൻ്റെ ഭാഗമാകാൻ കഴിയുക, ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്, പ്രേക്ഷകരുടെ പിന്തുണയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ
ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ചിത്രം കണ്ടവര് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പം അവിടെയുള്ളവർ ഈ ചിത്രത്തിൻ്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ ചിത്രത്തിൽ എന്നെ ക്ഷണിച്ചത് ജിതിൻ ലാലാണ്. 2 വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. 2നെയും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വേഷം കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് ജിതിൻ എന്നോട് പറഞ്ഞു. അത് ശരിയായിരുന്നു എന്ന് ചിത്രം തെളിയിച്ചു. ഈ ചിത്രത്തിൽ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്. ടൊവിനോടൊപ്പം റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ടൊവിനോടൊപ്പം ബേക്കൽ ഫോർട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം ഇതിൻ്റെ കോണ്ടന്റാണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും. കാരണം ജിതിനെ സംബന്ധിച്ചിടത്തോളം ജിതിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു പാഷനാണ്, എല്ലാമാണ്. സുജിത്ത് എന്ന റൈറ്ററെ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ തിരശ്ശീലയിൽ സൃഷ്ടിക്കാൻ ജിതിന് കഴിഞ്ഞു. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയൂ. ലിസ്റ്റിൻ സ്റ്റീഫനും UGMലെ ഡോക്ടർ സക്കറിയും കൂടി ഇതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായി മാറി. ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇതിൽ മേക്കപ്പിന്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു. റോണക്സിന്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിന്റെ എൻറ്റയർ ക്രൂ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം, അത് ഞാനിവിടെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒറ്റ യൂണിറ്റായിട്ട്, ഒരു യൂണിറ്റായിട്ട് തന്നെ യൂണിറ്റിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. ആ സ്വപ്നം ജിതിൻ ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഒരു ദിവസം റിലീസായ 2 ചിത്രങ്ങൾ ARM-ഉം കിഷ്കിന്ദ കാണ്ഡവും, 2ലും വ്യത്യസ്തമായിട്ടുള്ള 2 വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഓണക്കാല റിലീസുകളിൽ 2 സൂപ്പർ ഹിറ്റുകൾ, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ. പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു, എന്നെ വിമർശിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു. എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഒരു കലാകാരന് ഏറ്റവും വേണ്ടത്. ഞാൻ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ഈ ക്യാരക്ടറിലുള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ്. അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എൻ്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ARM. ജിതിൻ, ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിലും ഗോതയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം അഭിനയിക്കുന്നത് ടൊവിനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മളെ തേടി എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ARM. തീർച്ചയായിട്ടും സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത്ത് ചേട്ടനോടും, ടൊവിനോയോടും, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും, UGM ഫിലിംസിനോടും, മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുമായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന്
എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് നമ്മൾ ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്തു. കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനൂടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ്, ടോവിയുടെ കൂടെ ഇതെൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഒരു കൽക്കിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ജിത്തിനെ പരിചയപ്പെടുന്നത്. ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു 100 days 125 crores ക്രോസ് ചെയ്ത ഒരു സിനിമയുടെ ഒരു സെലിബ്രേഷൻ ഇന്ന് ഇത് നടക്കുന്നതിന് ടോട്ടലി ഡിസേർവിങ് 3 പേരാണ് ഇവിടെ നിൽക്കുന്നത്. ഫസ്റ്റ്, ടൊവിനോ ഫോർ ട്രസ്റ്റിംഗ് ജിത്തിൻ ആൻഡ് സുജിത് ഏട്ടൻ and their mutual respect and the trust they had in each other. So ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു സക്സസ്ഫുൾ സിനിമയിൽ ഞാൻ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളത്. ഈ സിനിമനെ ഇത്രയും വലിയൊരു സക്സസ് തന്ന പ്രേക്ഷകർക്ക്, ഓഡിയൻസിന് എൻ്റെ വലിയ നന്ദി. ഇതുപോലെ എന്നും വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ജിതൻ ആൻഡ് സുജിത്തേട്ടൻ ഇതുപോലെ എന്നും വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. 100 crores അല്ല, 200 crores അല്ല, എന്നും അതിനും മുകളിൽ പോകാൻ പറ്റട്ടെ. All the very best and my wishes to the whole team from the producer till the last person in the team, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് എൻ്റെ വിഷസ് ആൻഡ് മൈ ലവ്. God bless you all. നമ്മുടെ മലയാള സിനിമയിൽ 100 ദിവസത്തിൽ കൂടുതൽ ഓടുകയും അതുപോലെ 125 ക്രോസിന് മുകളിൽ കളക്ട് ചെയ്യുകയും ചെയ്ത അഭിമാനമായ ARMൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഈ ഒരു ടീമിന് മുന്നോട്ട് വളരെ നല്ല പ്രോജക്റ്റുകൾ ചെയ്ത് പോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ ഇതിൽ ഞാൻ കാവുമ്പായ സുതാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളരി അഭ്യാസിയുടെ ഒരു വേഷമായിരുന്നു ചെയ്തത്. അതിന് എന്നെയും ടോവിയും കളരി അഭ്യസിപ്പിച്ച ഗുരുക്കൾ ഇവിടെയുണ്ട്, ശിവകുമാർ ഗുരുക്കൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം. ഇനിയും ഒരുപാട് മുന്നോട്ട് പ്രോജക്റ്റുകൾ ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷം, അതിയായ സന്തോഷം. ഇതുപോലുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങളുണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ARMൻ്റെ സക്സസ് മീറ്റിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ജിതിൻ ലാലിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ആദ്യത്തെ സംവിധാന സംരംഭം തന്നെ ഒരു ബമ്പർ ഹിറ്റാക്കിയതിൽ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ടു ടോവി ഫോർ അനദർ ഹിറ്റ്. ഈ ഒരു ട്രിപ്പിൾ റോൾ വിത്ത് സോ മച്ച് ഓഫ് ഡെഡിക്കേഷൻ, ഇത്രയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും ഒരു എനിക്ക് തോന്നുന്നു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടൻ ഇപ്പം പ്രസൻറ്റിൽ വി ഹാവ് വെരി ഫ്യൂ ആർട്ടിസ്റ്റ് ഹു ഹാവ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ. കൺഗ്രാജുലേഷൻസ്, ആ ഹാർഡ് വർക്ക് പേ ഓഫ് ആയതിൽ. ടു ദി എൻറ്റയർ കാസ്റ്റ്, സുരഭി ചേച്ചി, കൃതി ആൻഡ് ഐശ്വര്യ രാജേഷ് ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് മൈൽ സ്റ്റോൺ. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു എൻ്റെ ലിസ്റ്റിൻ ചേട്ടനോട്. ഹലോ, തുടർന്നതെല്ലാം പൊന്നാക്കുന്ന ലിസ്റ്റിൻ ചേട്ടനും സക്കറിയ സാറിനും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടീമിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനാകട്ടെ. അടുത്ത വട്ടം സിനിമ ചെയ്യുമ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യട്ടെ. എനിവേസ്, ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച്. സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ
എന്നതിൻ്റെ മൊയ്തീനാണെങ്കിലും പക്ഷേ ഫസ്റ്റ് റിലീസ് ആവുന്നത് കുഞ്ഞിരാമായണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ബേസിലേട്ടൻ്റെ ഒപ്പമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ടാ. ടൊവിനോ, ഡയറക്ടർ ജിതിൻ ലാൽ, പിന്നെ ഇതിന് പിന്നിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അത്ഭുതകരമായിട്ടുള്ള സിനിമകൾ ജിതിനിൽ നിന്നുണ്ടാവട്ടെ, ഒപ്പം ടൊവിനോയിൽ നിന്നും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എന്താ പറയുക, എന്നെ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിരുന്നതാണ്. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, കാരണം ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാനും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരേണ്ട ആളായിരുന്നു. കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു എന്താ പറയുക ഗ്രാൻഡ് സക്സസിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജിതിനെ ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജിന്നെ എത്രത്തോളം ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എത്രത്തോളം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ എഫേർട്ടിൻ്റെ ഒരു ആകത്തുകയാണ് ഈ സിനിമ ഇത്രയും ഗ്രാൻഡ് സക്സസ്സിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ ടീം. പിന്നെ ടോവി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആക്ടറാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനും എന്താ പറയുക ടോവിനേക്കാളൊക്കെ മുമ്പേ വന്ന ആളാണ്. പക്ഷേ എന്താ പറയുക, ടോവിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അത്രയും എഫേർട്ട് എടുത്താണ് ടോവി ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ തന്നെ 3 ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അത് 3 ഡിഫറെൻ്റ് ആയിട്ട് ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോവിക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മുൻപിലും പിൻപിലൊക്കെ ആയിട്ട് നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. ജിതിൻ ലാൽ എന്ന പുതുമുഖ സംവിധായകൻ്റെ ആദ്യ സിനിമ തന്നെ 100 കോടിയാവുകയും 100 ദിവസം ഓടുകയും ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ആദ്യ സിനിമയ്ക്ക് സംഭവിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ടൊവി, അവൻ്റെ 50ാമത്തെ സിനിമയാണ്. 50ാമത്തെ സിനിമയ്ക്ക് വേണ്ടി 50 പടങ്ങളിലും ചെയ്യാത്തത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അത് 100 മേനി വിളഞ്ഞു എന്ന് വേണം പറയാം. ഒരുപാട് സന്തോഷം ഇതിലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ബ്ലെസ്സി സാർ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഒത്തിരി ഓർമ്മകൾ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് പോയി കാണുന്ന ഒരു സംവിധായകനാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു 10-18 വർഷം കൽക്കട്ട ന്യൂസിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി അദ്ദേഹം കൽക്കട്ടയിൽ വന്ന സമയത്താണ്. അപ്പോൾ അന്ന് സിനിമാ മോഹമായിട്ട് നടന്ന സമയത്ത് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്ലെസ്സി സാറിൻ്റെ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ, തന്മാത്രയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരാളോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. അവർ വിശ്വസിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് കാരണം നടനാവാൻ പറ്റുമെന്നുള്ളൊരു തോന്നലുണ്ടാക്കി. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം കൽക്കട്ടയിൽ ഒരിക്കൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും ഈ മോഹമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു 10, 18, 20 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തതാണ് എൻ്റെ ആദ്യ സിനിമ സംഭവിക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സിനിമ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി തന്നെ ആദ്യമായിട്ട് ഓഡീഷൻ, എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ കൽക്കട്ട ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഈ ഒരു ഇവൻ്റ് നടക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ആൻഡ് താങ്ക് യു എവരി വൺ. ടൊവി അടിപൊളി, എല്ലാവരും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബാദുക്ക, എല്ലാവരും, കണ്ണൻ ചേട്ടാ, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പ്രസൻസിന് നന്ദി. താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്തപ്പോൾ, അതായത് T50 എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്തത്. അതായത് നമുക്കറിയാം, നമുക്ക് ഈ നല്ല വിശേഷം ഉള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ പുതിയ ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ നമ്മുടെ കല്യാണ ദിവസം നമ്മൾ നല്ല പുതിയ ഡ്രസ്സ് ഇടും എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ T50 ടൊവിനോ 50 എന്ന് പറയുന്ന സിനിമ ARM ആയിരുന്നു. അപ്പം ആ സിനിമ ഒരു വിശേഷപ്പെട്ട ദിവസം, T50 എന്ന് പറയുന്ന ഇറങ്ങുന്ന ഒരു സിനിമ ഒരു സക്സസ് ആകുക എന്ന് പറയുന്നത് എല്ലാ നടന്മാർക്കും സാധിക്കുന്നതല്ല.
അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ടൊവിനോയ്ക്ക് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാക്കാനായിട്ട് എനിക്കും ജിതിനും റൈറ്റർക്കും എല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ഞങ്ങൾ വളരെയധികം സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കൊപ്പം.